നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് കേരളത്തിൽ മാത്രം ഹർത്താലായി. പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും സർക്കാർ ഓഫീസുകൾ പൂട്ടുകയും ചെയ്തതോടെ ജനം പൂർണ്ണമായും വലഞ്ഞു. സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞതോടെ യാത്രക്കാർ പെരുവഴിയിലായി. KSRTയിൽ 100-ൽ താഴെ ബസ്സുകൾ മാത്രമാണ് ഓടിയത്. സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞും കടകൾ അടപ്പിച്ചതും പലയിടത്തും സംഘർഷത്തിൽ കലാശിച്ചു. എതിർത്തവരെ സമരാനുകൂലികൾ കയ്യേറ്റം ചെയ്തു. ജോലിക്കെത്തിയ സർക്കാർ ജീവനക്കാർക്കും മർദ്ദനമേറ്റു. ട്രെയിൻ ഒഴികെ പൊതുഗതാഗത മേഖല പൂർണ്ണമായും സ്തംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്ത് നടത്തിയ പണിമുടക്ക് കേരള ജനതയെ ദ്രോഹിക്കുന്നതായി മാറിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ദേശീയ പണിമുടക്കിന്റെ പേരിൽ നടന്ന ആക്രമണങ്ങൾ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണെന്ന് തെളിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലല്ലാതെ രാജ്യത്ത് മറ്റൊരിടത്തും പണിമുടക്ക് ജനജീവിതത്തെ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 498 പേർ ഉള്ളതായി മന്ത്രി വീണ ജോർജ്. മലപ്പുറം ജില്ലയിൽ 203 പേരും, കോഴിക്കോട് 116 പേരും, പാലക്കാട് 177 പേരും, എറണാകുളത്ത് 2 പേരുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. നിപ്പ സ്ഥിരീകരിച്ച രോഗി കോഴിക്കോട് ICUവിൽ ചികിത്സയിലാണ്. സെപ്റ്റംബർ മാസം വരെ നിപ്പ കലണ്ടർ പ്രകാരമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരാൻ മന്ത്രി നിർദ്ദേശം നൽകി. അതിനിടെ മലപ്പുറത്ത് മരണമടഞ്ഞ സമ്പർക്ക പട്ടികയിലുള്ള 78 വയസ്സുകാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കോട്ടക്കൽ മിംസിൽ നിപ്പ രോഗിയോടൊപ്പം ICUവിൽ ഉണ്ടായിരുന്ന പരപ്പനങ്ങാടി സ്വദേശിയായ രോഗിയാണ് മരിച്ചത്. കീം പരീക്ഷാ ഫലം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അതിവേഗ നീക്കവുമായി സംസ്ഥാന സർക്കാർ. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ വേണം എന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. ഈ ആഴ്ചയോടെ തുടങ്ങാനിരുന്ന പ്രവേശന നടപടികളുടെ കടുത്ത അനിശ്ചിതത്വത്തിലേക്കാക്കിയാണ് കീം ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധി വന്നത്. മതവും ജാതിയുമില്ലാതെ വളരുന്ന കുട്ടികൾ നാളെയുടെ വാഗ്ദാനമെന്ന് കേരള ഹൈക്കോടതി ജസ്റ്റിസ് VG അരുൺ. മതം ചേർക്കാതെ കുട്ടികളെ സ്കൂളിൽ ചേർക്കാനും പഠിപ്പിക്കാനും തയ്യാറായ ഓരോരുത്തരുടെയും അനുമോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ VD സതീശൻ ഉയർത്തിയ നിലപാട് തള്ളി K സുധാകരൻ. സർക്കാരിനെ കുറ്റപ്പെടുത്താനില്ലെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിന് കടകവിരുദ്ധമാണ് K സുധാകരന്റെ പ്രതികരണം. വിഷയം ലഘൂകരിക്കുന്ന ടൂറിസം മന്ത്രിയുടെ പ്രതികരണം ഉചിതമല്ലെന്നാണ് K സുധാകരൻ പറഞ്ഞത്. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെ പിന്നോട്ട് വലിക്കാൻ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും അതിലൊന്നും തട്ടിവീഴാതെ മുന്നോട്ട് പോകുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. രാഷ്ട്രീയപരമായി മന്ത്രിയെ ആക്രമിക്കുക തെറ്റില്ലെന്ന്, എന്നാൽ ടൂറിസം പോലൊരു മേഖലയെ തകർക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും വിവാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെ വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അടുത്ത 5 ദിവസം വടക്കൻ കേരളത്തിൽ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അനിശ്ചിതകാല അവധിക്കായി അപേക്ഷിച്ച കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ ഇരിക്കുമ്പോഴുള്ള അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തിയെന്ന് VC മോഹൻ കുന്നുമൽ. ജൂലൈ 9 മുതൽ അനിശ്ചിതകാലത്തേക്കാണ് അവധി അപേക്ഷിച്ചത്. തന്റെ ചുമതല പരീക്ഷാ കൺട്രോളർക്ക് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായിരുന്നു VCയുടെ മറുപടി. സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലെ വോട്ടർമാരുടെ എണ്ണം 1100 പരിമിതപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും പ്രതിപക്ഷ നേതാവ് കത്തി നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ പരമാവധി 1300 വോട്ടർമാർക്കും മുനിസിപ്പൽ പ്രദേശങ്ങളിൽ 1600 വോട്ടർമാർക്കും ഓരോ പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിക്കണമെന്ന നിർദ്ദേശത്തിലെ അപ്രായോഗികത ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത്. PM കുസും പദ്ധതി പ്രകാരം സൗരോർജ്ജ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ 240 കോടി രൂപയുടെ ടെൻഡറിൽ വൻ ക്രമക്കേട് നടന്നതായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകളും പുറത്തുവിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് മാറ്റാൻ തയ്യാറാണെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതി അറിയിച്ചു. കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴാണ് അണിയറ പ്രവർത്തകർ തീരുമാനം അറിയിച്ചത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് മാറ്റാമെന്ന് ആണ് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കോടതി രംഗങ്ങളിൽ ജാനകി എന്നത് മ്യൂട്ട് ചെയ്യും. സെൻസർ ബോർഡാണ് ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. ആൾക്കൂട്ടക്കൊല നീതിയോട് ചെയ്യുന്നതാണെന്തോ അതാണ് കലയോട് സെൻസറപ്പ് ചെയ്യുന്നതെന്ന് പ്രശസ്ത തിരക്കഥാകൃത്തും നടനും മുരളി ഗോപി. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ പേര് മാറ്റണമെന്നും ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യണമെന്നുള്ള സെൻസർ ബോർഡ് ആവശ്യം നിർമ്മാതാക്കൾ വഴങ്ങിയ പശ്ചാത്തലത്തിലാണ് മുരളി ഗോപി ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം നടത്തിയത്. കെറ്റാമോ ലോൺ ഡാർക്ക്നെറ്റ് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണത്തിന് തയ്യാറെടുത്ത് EDയും NCBയിൽ നിന്ന് കേസിന്റെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ലഹരി ഇടപാടിൽ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചതാണ് സംശയം. ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി
എൻ പ്രശാന്ത് IAS. വിവരാവകാശപ്രകാരം എൻ പ്രശാന്ത് നൽകിയ അപേക്ഷകൾ സംബന്ധിച്ച് നിയമവിരുദ്ധമായ നിർദ്ദേശങ്ങൾ ചീഫ് സെക്രട്ടറി നൽകിയെന്നാണ് ആരോപണം. മറുപടിയിൽ പരമാവധി കാലാവധി താമസിപ്പിക്കാനും മുട്ടപ്പോക്ക് പറഞ്ഞ വിവരങ്ങൾ നിഷേധിക്കാനും ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയെന്നും എൻ പ്രശാന്ത് ആരോപിക്കുന്നു. സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കൊലപാതകമല്ലെന്ന് പോലീസിനോട് ആവർത്തിച്ച് മുഖ്യപ്രതി നൌഷാദ്. ഹേമചന്ദ്രൻ ജീവനൊടുക്കിയാണെന്നും മറ്റു വഴികളിലായിരുന്നാൽ മൃതദേഹം കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയായിരുന്നെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. സാമൂഹ്യ മാധ്യമം വഴി നേരത്തെ ഇതേ വാദം പ്രതി ഉന്നയിച്ചിരുന്നു. ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായ നൌഷാദിനെ അന്വേഷണ സംഘം കോഴിക്കോട്ടെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം പാളയം പോലീസ് ക്വാർട്ടേഴ്സിൽ 13-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് CBI. തലച്ചോറിലെ രക്തസ്രാവമാണ് മരണകാരണമെന്ന് CBI റിപ്പോർട്ട്. കുട്ടി ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് സംശയിച്ച് ഫോറൻസിക് ഡോക്ടറുടെ സംശയം തള്ളിയാണ് പോക്സോ കോടതിയിൽ CBI നൽകിയ റിപ്പോർട്ട്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹർ ഉൾപ്പെടെ പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. കേസിൽ പരാതിക്കാരൻ സിറാജാണ് ഹർജി നൽകിയത്. സൗബിൻ ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതി നൽകിയ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് ഭർത്താവ് സംശയിക്കുന്നത് മാത്രം കുട്ടിയുടെ പിതൃത്വം നിർണ്ണയിക്കാനായി DNA പരിശോധന നടത്താൻ മതിയായ കാരണമല്ലെന്ന് ബോംബെ ഹൈക്കോടതി. UDFൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ താനാണെന്ന് സർവേഫലം പങ്കുവച്ച് തരൂർ. സ്വകാര്യ സർവേഫലം സംബന്ധിച്ച് എക്സിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു വാർത്ത തരൂർ ഷെയർ ചെയ്യുകയായിരുന്നു. KSRTC ബസ്സുകളിലെ പോലെ കൺസൾട്ടിന് വേണ്ടി സ്വകാര്യ ബസ്സുകളിലും ആപ്പ് വരുമെന്ന് ഗതാഗത മന്ത്രി വിദ്യാർത്ഥികളല്ലാത്തവർ കൺസൾട്ടിന് യാത്ര നടത്തുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണിത്. വിദ്യാർത്ഥികളെ രജിസ്റ്റർ ശേഷം സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ പഠിക്കുന്നവർക്ക് കാർഡ് നൽകും. അതോടെ കൺസൾട്ടൻ പ്രയോജനപ്പെടുത്തുന്നവരുടെ യഥാർത്ഥ കണക്കെടുക്കാനാവുമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പരീക്ഷണങ്ങളുടെ ഭാഗമായി ഉലുവയും ചെറുപയറും മുളപ്പിച്ച് ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് ശുഭാംശു. വിത്തുമുളയ്ക്കലിൻ്റെയും ചെടികളുടെ പ്രാരംഭ വളർച്ചാഘട്ടത്തെയും മൈക്രോഗ്രാവിറ്റി എങ്ങനെ സ്വാധീനിക്കുമെന്ന് പഠിക്കാനുള്ള ഗവേഷണത്തിന്റെ ഭാഗമായിരുന്നു പരീക്ഷണം. 14 ദിവസം കൊണ്ട് 60 പരീക്ഷണങ്ങൾ നടത്തി ഭൂമിയിലേക്ക് തിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുഭാംശു ഉൾപ്പെടെയുള്ള ആക്സിജൻ 4 ദൗത്യത്തിന്റെ 4 സംഘം ജൂൺ 26-ന് ISSലെത്തിയത്. ഫ്ലോറിഡ തീരത്തെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇനി എപ്പോൾ വേണമെങ്കിലും സംഘത്തിന്റെ മടക്കയാത്ര പ്രതീക്ഷിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം ഇന്നലെ തെക്കൻ ആഫ്രിക്കൻ രാജ്യമായ നമീബിയയിലെത്തി. ആഫ്രിക്കയിൽ ഇന്ത്യ ഏറെ വിലമതിക്കുന്ന വിശ്വസ്ത പങ്കാളിയെന്ന് നമീബിയ എന്ന് മോദി പറഞ്ഞു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ട് നമീബിയൻ പ്രസിഡന്റ് നെതുംബോ നൻഡി എൻഡൊയ്ത്തുഹവുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും CPM ജനറൽ സെക്രട്ടറി MM ബേബിയും ബീഹാറിലെ മഹാസഖ്യത്തിന്റെ പ്രക്ഷോഭവേദിയിൽ ഇരുവരും തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പാറ്റ്നയിൽ നടന്ന മഹാസഖ്യത്തിന്റെ പരിപാടിയിൽ സംബന്ധിക്കുകയായിരുന്നു ഇരുവരും. സുഹൃത്തായ യുവാവ് ഇന്റർനെറ്റിൽ പങ്കുവച്ച യുവ അഭിഭാഷകയുടെ സ്വകാര്യ ചിത്രങ്ങൾ നീക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. കേസിൽ വാദം കേൾക്കെ വികാരിതനായ ജഡ്ജി എന്റെ മകൾക്കായിരുന്നിൽ ഇങ്ങനെ വന്നതെങ്കിൽ സഹിക്കാനാവുമോ എന്ന് ചോദിച്ചു. അഭിഭാഷകയുടെ സുഹൃത്തായ യുവാവ് അപ്ലോഡ് ചെയ്ത ചിത്രങ്ങളും ദൃശ്യങ്ങളും 48 മണിക്കൂറിൽ നീക്കണമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് നിർദ്ദേശവും നൽകി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.